ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു സർക്കിളിനകത്ത് നമുക്ക് 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയ മക്കളെ, നമുക്ക് ഇവിടെ തന്നേക്കണേ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 3 ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്യും. 1, ഇത് 2, ഇത് 3 ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇവിടെ നോക്കി, ഈ ട്രയാങ്കിളിനകത്ത് ഇത് 40 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് OA എന്ന് പറയുന്നതും ഈ O എടുത്തു കഴിഞ്ഞാൽ ഈ OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും എന്താണ്? ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ആദ്യമേ എടുത്തു. ഇപ്പൊ ട്രയാങ്കിൾ ഏതാണ്? OBCക്കകത്ത് ഈ OA ഈക്വൽ ടു എന്താണ്? OB ഈക്വൽ ടു OC ആണ്. കാരണം ഈ OB എന്ന് പറയുന്നത് ആദ്യത്തെ അതേ ലോ തന്നെ. ഈ OB എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും റേഡിയസ് ആറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2 സൈഡും ഈക്വൽ അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിൾ 3 എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഐസോസലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈ 2 സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ ബേസ് സൈഡ് എന്തായിരിക്കും? ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ OCB എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഈ രണ്ടും എന്താണ്? ബേസ് ആംഗിൾ ആണ് അല്ലേ? അപ്പൊ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, OBC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ആംഗിളിന് നമ്മൾ Y എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടെ? ആംഗിൾ ഈ 40 പ്ലസ് Y പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Y ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും എത്രയായിരിക്കും? ടോട്ടൽ കൂട്ടുന്നത് 180 ആയിരിക്കും. അപ്പൊ നമുക്ക് Y ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് വരാം? 180 മൈനസ് 40 എത്ര വരും? ഇത് 80 വരും. ആ 80 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 80 ഡിഗ്രി വരും. അപ്പൊ 180 80 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 100 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ Y എന്ന് പറയുന്നത് 100 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം എന്താണ് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 100 ആണെങ്കിൽ സെയിം ഈ 2 കോഡ് ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന BA എന്ന് പറയുന്ന കോഡും AC എന്ന് പറയുന്ന കോഡും അല്ലേ? അപ്പൊ ഈ 2 ആംഗിൾ സെയിം പോയിന്റിൽ നിന്ന് പോണ കോഡ്സ് ആണിത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ ഈ Y എന്ന് പറയണേ. അപ്പൊ ഈ Yയുടെ നേരെ എന്തായിരിക്കും? നേരെ പകുതി ആയിരിക്കും ആംഗിൾ A എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ A എന്ന് പറയുന്നത് ഈ Y ഡിഗ്രി ബൈ 2 ആയിരിക്കും. അതായത് ഈ 100 ഡിവൈഡഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 50 ഡിഗ്രി വരും. ടോട്ടൽ 50 വരും. ഇനി നമുക്ക് അടുത്ത ഈ 2 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. നേരെ ഈ ലൈൻ അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഇത് രണ്ടും വീണ്ടും എന്തായി? ഐസോസലസ് ട്രയാങ്കിൾ ആയി. അപ്പൊ നമ്മൾ ഈ 2 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ വരുന്ന ഈ ഒരു ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഇതെന്താണ്? ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ഐസോസലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? അതായത് OAC എന്ന് പറയുന്ന ആംഗിൾ OAC ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? OA ഈക്വൽ ടു OC ആണ്. അതും റേഡിയസ് ആണ്. അപ്പൊ ഈ ആംഗിൾ 2 എന്ത് തന്നെയാണ്? ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 30 കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ടോട്ടൽ എത്രയാ? 50 അല്ലേ? ഇവിടെ ഈ ഒരു ആംഗിള് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പോർഷൻ എത്രയായിരിക്കും? അത് 50 30 കുറയ്ക്കുന്നതായിരിക്കും അല്ലേ? ഇനി നോക്കിയേ മക്കളെ, ഈ ഒരു ആംഗിൾ നമുക്ക് 30 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യണ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ വരുന്നത് 50. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ 50 30 കുറച്ച ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് ആംഗിൾ OAB എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കും. കാരണം ടോട്ടൽ ഇത് എത്രയാ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50. ഇത് 30 ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പച്ച ഷെയ്ഡ് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ടോട്ടൽ 50 ഈ 30 കുറച്ച ആ ഒരു ആംഗിളോടെ കിട്ടും. അപ്പൊ ആംഗിൾ ഏത് കൊടുക്കാം? OAB എന്ന് പറയുന്നത് ആംഗിൾ OAB ഈക്വൽ ടു 50 മൈനസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ 20 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനകത്ത് എന്ത് പറയാം? ഈ 1 എന്ന് പറയുന്ന ട്രയാങ്കിളും ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഈ ഒരു 20 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളും എത്ര തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും സൈഡും
ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെ എഴുതാം, നമുക്ക് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് എഴുതാം. ആംഗിൾ എ സമയം എത്രയാണ്, 50 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 ഡിഗ്രി. ആംഗിൾ ബി സമയം എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ, ഇത് രണ്ടും കൂടെ കൂട്ടണം, 20 40 കൂടെ കൂട്ടുമ്പോൾ 60 ഡിഗ്രി. ആംഗിൾ സി സമയം എത്രയായിരിക്കും, 40 30 70 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ ഈ പടത്തിൽ നിന്ന് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഒത്തിരി നമ്മൾ സ്റ്റെപ്പ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പം നമുക്ക് 70 ഡിഗ്രി. ഇനി ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 40, ഇത് 40, ഇത് 100 ഡിഗ്രി. അപ്പോൾ ആ y ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഇത് 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി എഴുതും. ഇനി ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, ഒ ബി സി. ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയി. ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും ആയി.